വടക്കേ അമേരിക്ക വലുപ്പത്തിലെ മൂന്നാം സ്ഥാനത്തുള്ള ഭൂഖണ്ഡമാണ് വടക്കേ അമേരിക്ക. വടക്കേ അമേരിക്ക രാജ്യങ്ങളുടെ വികസന മുന്നേറ്റത്തിനു പിന്നിലെ അവിടുത്തെ ഭൂമിശാസ്ത്ര സവിശേഷതകൾക്ക് വളരെ വലിയ പങ്കുണ്ട്. വടക്കേ അമേരിക്കയിൽ സ്ഥിതി ചെയ്യുന്ന രണ്ട് പ്രധാന പർവ്വതനിരകളാണ് റോക്കി, അപ്പലേച്ചിയൻ. ഈ ഭൂഖണ്ഡത്തിലെ ഫലഭൂയിഷ്ഠമായ സമതലങ്ങളാണ് മഹാസമതലങ്ങൾ. വടക്കേ അമേരിക്കയിലെ അതിവിശാലമായ പുൽമേടുകൾ പ്രയറികൾ എന്നും ഇവിടുത്തെ രണ്ട് പ്രധാനപ്പെട്ട നദികൾ മിസൂറി, മിസിസിപ്പി എന്നും അറിയപ്പെടുന്നു. 5 വലിയ ശുദ്ധജല തടാകങ്ങൾ ഇവിടെയാണ് ഉള്ളത്. വടക്കേ അമേരിക്കയിലെ അരിസോണയിൽ സ്ഥിതി ചെയ്യുന്ന ബൃഹത് താഴ്വര ഗ്രാൻഡ് കാനിയോൺ എന്ന് അറിയപ്പെടുന്നു. ഇനി തെക്കേ അമേരിക്ക. തെക്കേ അമേരിക്കയിലെ പ്രധാനപ്പെട്ട ആമസോൺ മഴക്കാടുകളെക്കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. ഭൂമിയുടെ ശ്വാസകോശം എന്നാണ് ആമസോൺ മഴക്കാടുകളെ വിശേഷിപ്പിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും നീളമേറിയ പർവ്വതനിരയായ ആൻഡീസും ഏറ്റവും വലിയ നദിയായ ആമസോണും തെക്കേ അമേരിക്കയിലാണ് ഉള്ളത്. അതിവിശാലമായ ഭൂപ്രദേശമായ ആമസോൺ നദീതടത്തിൻ്റെ ഭൂരിഭാഗവും മഴക്കാടുകളാണ്. ലോകത്തിലെ ഏറ്റവും വരണ്ട മരുഭൂമിയായ അറ്റക്കാമ തെക്കേ അമേരിക്കയുടെ മറ്റൊരു ഭൂപ്രകൃതി സവിശേഷതകളാണ്. ഇനി നെക്സ്റ്റ് ഭൂഖണ്ഡം വെളുത്ത ഭൂഖണ്ഡം തേടി. വെളുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് അന്റാർട്ടിക്ക. ഈ വൻകരയുടെ 98% അന്റാർട്ടിക് ഹിമപാളിയാണ്. ഭൂമിയിലെ ശുദ്ധജലത്തിൻ്റെ ഭൂരിഭാഗവും ഈ ഹിമപാളിയിൽ അടങ്ങിയിരിക്കുന്നു. ട്രാൻസ് അന്റാർട്ടിക് പർവ്വതനിരകളാണ് ഭൂഖണ്ഡത്തെ കിഴക്കൻ അന്റാർട്ടിക്ക എന്നും പടിഞ്ഞാറൻ അന്റാർട്ടിക്ക എന്നും വിഭജിക്കുന്നത്. തെക്കേ അമേരിക്കക്ക് അടുത്തായി സ്ഥിതി ചെയ്യുന്ന അന്റാർട്ടിക്കയിലെ ഒരു ഭൂപ്രകൃതി വിഭാഗമാണ് അന്റാർട്ടിക് ഉപദ്വീപ്. അന്റാർട്ടിക്കയിലെ ഏറ്റവും വലിയ പർവ്വതം വിൻസൺ മാർഫിയാണ്. കൂടുതൽ SCRT വീഡിയോകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക. താങ്ക് യു.